നമുക്കിനിയുള്ളത് cantilever retaining wallന്റെ ഡിസൈനാണ്. അപ്പോൾ cantilever retaining wallന്റെ ഡിസൈന് സ്റ്റെപ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. ഡിസൈൻ എ cantilever retaining wall to retain horizontal earthen embankment of height 4 meter above the ground level. The earthen backfill is having a density of 18 kN per meter cube and angle of internal friction 30 degree. The safe bearing capacity of soil is 180 kN per meter square. The coefficient of friction between soil and concrete is assumed to be 0.45. Use M20 concrete and Fe 415C. തന്നേക്കുന്ന വാല്യൂ ഒക്കെ എടുത്ത് എഴുതുക. എഫ് 20 Nm/mm² ആണ്, Fi 415 ആണ്, ആംഗിൾ ഓഫ് ഇന്റർണൽ ഫ്രിക്ഷൻ φ = 30 ഡിഗ്രി, കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ 0.45, ഡെൻസിറ്റി ഓഫ് സോയിൽ 18 kN/m³, സേഫ് ബിയറിംഗ് കപ്പാസിറ്റി 180, ഹൈറ്റ് ഓഫ് എംബാങ്ക്മെന്റ് 4 മീറ്റർ. ചിലപ്പോൾ ക്വസ്റ്റ്യനകത്ത് നമുക്ക് cantilever retaining wall ഒന്നും പറയത്തില്ല. ഹൈറ്റ് 6 മീറ്റർ കുറവാണെങ്കിൽ നമ്മളതങ്ങ് cantilever retaining wall ആയിട്ട് അസ്യൂം ചെയ്യാണ് വേണ്ടത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് ആക്റ്റീവ് എർത്ത് പ്രഷർ കണ്ടുപിടിക്കുക. K = 1 - sin φ / 1 + sin φ. അപ്പോൾ ഫൈയുടെ വാല്യൂ നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ട് കെയുടെ വാല്യൂ 13 കിട്ടും. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മിനിമം ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ. മിനിമം ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ എച്ച് മിനിമം കണ്ടുപിടിക്കുന്നത് എച്ച് മിനിമം = Q0/γ × KA². കെയുടെ വാല്യൂ 1/3 കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ 1.11 കിട്ടും. നിയർലി നമ്മൾ 1.2 മീറ്റർ എടുക്കും. അപ്പോൾ ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ 1.2 കിട്ടി. റീറ്റെയിൻ ചെയ്യേണ്ട സോയിലിൻ്റെ ഡെപ്ത് എന്ന് പറഞ്ഞാൽ 4 മീറ്റർ. അപ്പോൾ നമുക്ക് ടോട്ടൽ റീറ്റെയിനിങ് വാളിൻ്റെ ഹൈറ്റ് വേണ്ടത് രണ്ടും കൂടി ചേർത്ത് ആഡ് ചെയ്യണം. 1.2 + 4 5.2 മീറ്റർ. നെക്സ്റ്റ് സ്റ്റെപ്പിൽ പ്രിലിമിനറി ഡയമെൻഷൻസ് ഓഫ് റീറ്റെയിനിങ് വാൾ. അപ്പോൾ നമ്മൾ ഇക്വേഷൻ ഉണ്ട്, അപ്രോക്സിമേറ്റ് ഇക്വേഷൻ ഉണ്ട്. ഫസ്റ്റിലെ ബേസ് വിഡ്ത്ത് B = 0.45h to 0.65h ഇടയ്ക്ക്. എച്ച് എന്ന് പറഞ്ഞാൽ 5.2, അതായത് 2.34 3.38 ഇടയ്ക്ക്. അപ്പോൾ എത്ര കിട്ടി? 2.8 കിട്ടി. ഇനി ലെങ്ത് ഓഫ് ടോ സ്ലാബ് B/4 B/3 ഇടയ്ക്ക്, അതായത് 0.7. B തൊട്ട് മുമ്പിൽ കിട്ടിയിട്ടുണ്ട് 2.8 ആണ് B എന്ന് പറഞ്ഞാൽ. 0.7 0.93 ഇടയ്ക്ക്. അപ്പം 0.85 ആക്കി എടുക്കണം. ഇനി thickness of base slab. thickness of base slab h/15 to h/10. 0.3468 0.52 ഇടയ്ക്ക്. അപ്പോൾ നമുക്ക് 0.5 മീറ്റർ എന്ന് കിട്ടി, അല്ലെങ്കിൽ 500 mm കിട്ടും. ആ ഫിഗർ വരച്ചേക്കുന്നത് ഹൈറ്റ് 5.2, ബേസ് സ്ലാബിൻ്റെ വിത്ത് തിക്നെസ് 0.5. അപ്പോൾ നമുക്ക് സ്റ്റെമ്മിൻ്റെ ഹൈറ്റ് എത്ര കിട്ടും? ടോട്ടൽ ഹൈറ്റിൽ നിന്ന് ബേസ് സ്ലാബിൻ്റെ തിക്നെസ് കുറച്ചാൽ സ്റ്റെമ്മിൻ്റെ ഹൈറ്റ് നമുക്ക് കിട്ടും. ഇനി നമുക്ക് സ്റ്റെമ്മിൻ്റെ ഡിസൈൻ ചെയ്യാം. സ്റ്റെമ്മിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത്, സ്റ്റെമ്മിൻ്റെ ഡിസൈനിനകത്ത് വരുന്ന ലോഡ് ഏതാ? സ്റ്റെമ്മിന് ഹൊറിസോണ്ടലായിട്ട് എർത്തിൻ്റെ പ്രഷർ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റെമ്മ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഹൊറിസോണ്ടൽ എർത്ത് പ്രഷർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ആ എർത്ത് പ്രഷർ ഡയഗ്രത്തിൻ്റെ ഏരിയ അതാണ് എഴുതിയിരിക്കുന്നത്. മുകളിൽ താഴെ ചെയ്തേക്കുന്നത് ആ എർത്ത് പ്രഷർ കാരണം ഉണ്ടാകുന്ന മൊമെൻറ്റ്. നമുക്കറിയാം ബോട്ടത്തിൽ എത്രയാണോ എർത്ത് പ്രഷർ എന്ന് പറഞ്ഞാൽ KA വെച്ചത് ആ തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പ് കണ്ടുപിടിച്ചിരിക്കുന്നത്. മൊമെൻറ്റ് അറ്റ് ദി ബേസ് ഓഫ് സ്റ്റെം എന്താ? ആ ട്രയാങ്കിളിൻ്റെ ഏരിയ ഇൻറ്റു h/3, അതായത് ½ KA Γh ഇൻറ്റു h ഇൻറ്റു h/3. h എന്ന് പറഞ്ഞാൽ സ്റ്റെമ്മിൻ്റെ ഹൈറ്റ് 4.7 മാത്രം കൊടുത്താൽ മതി. മൊമെൻറ്റ് കിട്ടി. അൾട്ടിമേറ്റ് മൊമെൻറ്റ് കിട്ടാൻ 1.5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട സ്റ്റെമ്മിൻ്റെ ഡെപ്താണ്, എത്രമാത്രം തിക്നെസ് കൊടുക്കണം. അപ്പോൾ ഡി നമുക്കറിയാം, MU ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 0.138 FCK B d² ആണ്. അതിനകത്തുനിന്ന് ഡിയുടെ വാല്യൂ √MU / 0.138 FCK B. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡിയുടെ വാല്യൂ കിട്ടി 237.54 എന്ന് കിട്ടി. 60 mm നമ്മൾ കവർ ഇട്ട് കൊടുക്കുക. അപ്പോൾ ടോട്ടൽ ഡെപ്ത് റിക്വയർഡ് എത്രയാണ്? 237 + 60 298 mm കിട്ടും. അപ്പോൾ നമ്മൾ അതിനെക്കാട്ടി കൂടുതലുള്ളൊരു വാല്യൂ എടുക്കുക, 350 mm എടുക്കുക. അപ്പം ബോട്ടത്തിലാണ് കൂടുതൽ ലോഡ് വരുന്നത്. അപ്പോൾ ബോട്ടത്തിൽ നമുക്ക് തിക്നെസ് കൂട്ടിയും ടോപ്പിലോട്ട് പോകുമ്പോൾ തിക്നെസ് കുറച്ച് വേണമെങ്കിലും എടുക്കാം.
അപ്പോൾ എഫക്റ്റീവ് ഡെപ്ത് 350 എടുക്കുമ്പോൾ 350 മൈനസ് 60 എന്ന് പറഞ്ഞ് മതി. ഇനി റീഇൻഫോഴ്സ്മെൻറ്റിന് സ്റ്റെം കണ്ടുപിടിക്കണം. ഡയമെൻഷൻ എല്ലാം കണ്ടുപിടിച്ചിന് റീഇൻഫോഴ്സ്മെൻറ്റ് കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കുന്നത് നമുക്കറിയാം ഇക്വേഷൻ mu = 0.87 FI AST D × 1 - FI AST by FCK BD. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ASTയുടെ വാല്യൂ കണ്ടുകിട്ടും. ഇനി 16 mm ഡയമീറ്റർ ബാർ കൊടുക്കുക, സ്പേസിങ് കണ്ടുപിടിക്കുക. ഇനി ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 0.12% ഓഫ് ക്രോസ് സെക്ഷണൽ ഏരിയ. അപ്പോൾ ഇവിടെ ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ടോപ്പിൽ 150 mm ബോട്ടത്തിൽ 350 mm കൊടുത്തുകൊണ്ട് നമ്മൾ ആ ഏരിയ എടുക്കുമ്പം ഒരു വിത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആവറേജ് എടുക്കുന്നത്, തിക്നെസ്സിൻ്റെ ആവറേജ് 150 + 350/2 പെർ മീറ്റർ ആയിട്ടാണ് 1000. അപ്പോൾ 0.12/100 × 1000 × 150 + 350/2. 80 mm ഡയമീറ്റർ ബാർ ഉപയോഗിക്കുക, സ്പേസിങ് കണ്ടുപിടിക്കുക. ഇനി നമ്മൾ ഒരു ഇതിനകത്ത് മാത്രമേ ഇവിടെ ആ എർത്ത് ആൻഡ് ബാക്ഫിലിനോട് ചേർന്നിരിക്കുന്ന ഭാഗത്ത് നമ്മൾ സാധാരണ റീഇൻഫോഴ്സ്മെൻറ്റ് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്. പക്ഷേ അതിൻ്റെ ഓപ്പോസിറ്റ് പോർഷൻ എന്ന് പറഞ്ഞാൽ വെളിയിലോട്ട് എക്സ്പോസ് ആയിരിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ എക്സ്പോസ് അങ്ങനെ ആയിരിക്കുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അവിടെയും കൂടി ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യും. അപ്പം ഈ ഫിഗർ കാണിച്ചേക്കുന്നത് നമുക്ക് കിട്ടിയേക്കുന്ന ഡയമെൻഷൻ എല്ലാം അടയാളപ്പെടുത്തി. വിഡ്ത്ത് ഓഫ് ബേസ് സ്ലാബ് 2.8, ടോട്ടൽ ഹൈറ്റ് 5.2, എർത്ത് റീറ്റെയിൻ ചെയ്യേണ്ട 4, ഫൗണ്ടേഷൻ്റെ ഡെപ്ത്ത് 1.2, സ്റ്റെമ്മിൻ്റെ ഡെപ്ത്ത് 4.7, ബേസ് സ്ലാബ് 0.5. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റീറ്റെയിനിങ് വോളിൽ ആക്ട് ചെയ്യുന്ന ഡൗൺവേർഡ് ഫോഴ്സസ് കണ്ടുപിടിക്കണം. അത് അതിനകത്ത് മാർക്ക് ചെയ്തേക്കണം. ഏതൊക്കെ ഡൗൺവേർഡ് ഫോഴ്സാണ്? W1, W2 ആൻഡ് W3. W1 എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് ബാക്ക്ഫിൽ, അതായത് അവിടെയുള്ള സോയിലിൻ്റെ വെയിറ്റ്. W2 എന്ന് പറഞ്ഞാൽ ആ ട്രപ്പിസോയിഡൽ പോർഷനാണ് ഇപ്പോൾ നമ്മുടെ സ്റ്റെം, ആ സ്റ്റെമ്മിൻ്റെ വെയിറ്റ്. W3 എന്ന് പറഞ്ഞാൽ ബേസ് സ്ലാബിൻ്റെ വെയിറ്റ്. ഫസ്റ്റ് അപ്പോൾ നമ്മളൊരു കോളം വരയ്ക്കും. ഫോഴ്സ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ്, പൊസിഷൻ ഓഫ് ഫോഴ്സ് ഫ്രം O ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, ലെഫ്റ്റ് സൈഡിലായിട്ട് O. ഇനി മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഫോഴ്സും ഡിസ്റ്റൻസും കൂടി മൾട്ടിപ്ലൈ ചെയ്തത്. ഫസ്റ്റ് വൺ വെയിറ്റ് ഓഫ് ബാക്ക്ഫിൽ W എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഡെൻസിറ്റി ഇൻറ്റു ആ ഏരിയ ചെയ്താൽ മതി. അപ്പം സോയിൽ ആയതുകൊണ്ട് സോയിലിൻ്റെ ഡെൻസിറ്റി 18, ഏരിയ എന്ന് പറഞ്ഞാൽ 4.7 × 1.6. ആക്ട് ചെയ്യുന്നത് ഓയിൽ നിന്ന്, നോക്കിക്കേ, ഓയിൽ നിന്ന് ഈ എൻഡ് വരെ 2.8, ആ 2.8 മൈനസ് 1.6/2 ചെയ്താൽ മതി. രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൊമെൻറ്റും കിട്ടി. ഇനി വെയിറ്റ് ഓഫ് സ്റ്റെം എന്ന് പറഞ്ഞാൽ ഒരു റെക്റ്റാങ്കുലർ പോർഷനും ഉണ്ട്, ഒരു ട്രയാങ്കുലർ പോർഷനും ഉണ്ട്. റെക്റ്റാങ്കുലർ പോർഷൻ്റെ വെയിറ്റ് ഇതുപോലെ തന്നെ, അത് കോൺക്രീറ്റ് ആകുന്ന ഡെൻസിറ്റി 25, ഏരിയ എന്ന് പറഞ്ഞാൽ 0.15 × ഹൈറ്റ് 4.7. ആക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 2.8 മൈനസ് 1.6 മൈനസ് 0.15/2. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൊമെൻറ്റ് കിട്ടി. ഇനി ട്രയാങ്കുലർ പോർഷൻ്റെ ഇതുപോലെ തന്നെ ഡെൻസിറ്റി 25 × ഏരിയ എന്ന് പറഞ്ഞാൽ 1/2 × ബേസ് 0.2, 0.35 മൈനസ് 0.15 ചെയ്തതാണ് 0.2 × ഹൈറ്റ് 4.7. ആക്ട് ചെയ്യുന്നത് ഓയിൽ നിന്ന് 0.85 പ്ലസ് ട്രയാങ്കിളുടെ അപ്പെക്സ് ആണ് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് h/3 അല്ല, 2h/3 അല്ല, 2 × 0.2/3. രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൊമെൻറ്റും കിട്ടി. ഇനി വെയിറ്റ് ഓഫ് ബേസ് സ്ലാബ് എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി 25 × ഏരിയ 2.8 × 0.5. ആക്ട് ചെയ്യുന്നത് 2.8/2. മൊമെൻറ്റ് കിട്ടി. ഇനി താഴെ ടോട്ടൽ ഡൗൺവേർഡ് ഫോഴ്സും ടോട്ടൽ മൊമെൻറ്റും ആഡ് ചെയ്ത് എഴുതണം. ഇനി സ്റ്റെബിലിറ്റി ചെക്ക് നമുക്കറിയാം. സ്റ്റെബിലിറ്റി ഏതൊക്കെ മോഡ്സ് ഓഫ് ഫെയിലിയർ ഓഫ് റീറ്റെയിനിങ് വാളാണ് ഉള്ളത്? ഓവർടേണിങ് ഫെയിലിയർ ഉണ്ട്, സ്ലൈഡിങ് ഉണ്ട്, എർത്ത് പ്രഷർ ഫ്രം ബിലോ ഉണ്ട്, ബെൻഡിങ് ഉണ്ട്. ബെൻഡിങ്ങിനെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് റീഇൻഫോഴ്സ്മെൻറ്റ് ചെയ്തോളും. പക്ഷെ നമ്മൾ ബാക്കി മൂന്നും നമ്മൾ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. ഫസ്റ്റ് വൺ ഓവർടേണിങ്. അപ്പോൾ ഓവർടേണിങ് മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ എർത്ത് പ്രഷർ കാരണം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഹൊറിസോണ്ടൽ എർത്ത് പ്രഷർ കാരണം ഉണ്ടാകുന്ന ഓവർടേണിങ് മൊമെൻറ്റ് കണ്ടുപിടിച്ചു. അത് 1/2 Ka gamma h × h × h/3, അതായത് ആ ട്രയാങ്കുലർ പോർഷൻ്റെ ഏരിയ × h/3. ഇവിടെ h എടുക്കേണ്ടത് ടോട്ടലാണ്. സ്റ്റെം കണ്ടുപിടിച്ചപ്പോൾ ഈ സെയിം ഇക്വേഷൻ യൂസ് ചെയ്തായിരുന്നു, പക്ഷേ അവിടെ നമ്മൾ സ്റ്റെമ്മിൻ്റെ ഹൈറ്റാണ് എടുത്തത്. ഇവിടെ നമ്മൾ ടോട്ടൽ 5.2 ആണ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഓവർടേണിങ് മൊമെൻറ്റ് കിട്ടി. ഇനി റെസിസ്റ്റിംഗ് മൊമെൻ്റ് ആണ് നമ്മൾ തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പിൽ കണ്ടുപിടിച്ചത്. റെസിസ്റ്റിംഗ് മൊമെൻറ്റ് 351.107.
അപ്പം ഇക്വേഷൻ എന്താ, IS-456 അനുസരിച്ച് ഓവർ ടേണിങ്ങിൻ്റെ ചെക്ക് എന്ന് പറഞ്ഞാൽ 0.9 MR/MO ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 1.4 ആണ്. അപ്പോൾ ഇവിടെ MR ഉണ്ട്, MO ഉണ്ട്. നമുക്ക് കിട്ടിയെന്ന വാല്യൂ 2.2 ആണ്. 1.4-നേക്കാട്ടി കൂടുതലാണ്, അതുകൊണ്ട് എന്താണ് ഓക്കെ. ഇനി സ്ലൈഡിങ് ആസ് പെർ IS-456-2000 അനുസരിച്ചും സ്ലൈഡിങ്ങിൻ്റെ ചെക്ക് എന്ന് പറഞ്ഞാൽ 0.9 FR/FL ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1.4. FR എന്ന് പറഞ്ഞാൽ റെസിസ്റ്റിംഗ് മൊമെൻറ്റ്, അതായത് ഫ്രിക്ഷണൽ ഫോഴ്സ്. അതെന്താ, μ × σW. σW നമ്മൾ തൊട്ട് മുമ്പത്തെ കോളത്തിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, μ തന്നിട്ടുണ്ട് 89.88 എന്ന് കിട്ടി. ഇനി FS എന്ന് പറഞ്ഞാൽ സ്ലൈഡിംഗ് ഫോഴ്സ് ആണ്. സ്ലൈഡിംഗ് ഫോഴ്സ് കണ്ടുപിടിക്കുക, ആ ട്രയാങ്കുലർ പോർഷൻ്റെ ഏരിയ മതി, ½ KA gamma H × H. അപ്പോൾ 81.12 എന്ന് കിട്ടി. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ 0.99 ആണ് കിട്ടുന്നത്. അപ്പോൾ എന്താ മീനിങ്, 1.4-നേക്കാട്ടി കുറവാണ്, സ്ലൈഡിങ്ങിൽ അത് സേഫ് അല്ല. അപ്പോൾ സേഫ് ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യണം, ഷിയർ കീ പ്രൊവൈഡ് ചെയ്യണം. ഇനി മൂന്നാമത്തെയാണ് എർത്ത് പ്രഷർ ഫ്രം ബിലോ. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നമുക്ക് തൊട്ട് മുമ്പിൽ അല്ലാതെ ക്ലിയർ അല്ല. ഇപ്പോൾ മൂന്നാമത്തെ ചെക്കാണ് എർത്ത് പ്രഷർ ഫ്രം ബിലോ. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഉണ്ടാകുന്ന റെസിസ്റ്റിംഗ് മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ എത്രയുമാണ്, റിസൾട്ടൻ്റ് മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ എത്രയുമാണ്, നമ്മുടെ റെസിസ്റ്റിംഗ് മൊമെൻറ്റും ഓവർ ടേണിംഗ് മൊമെൻറ്റും കൂടി മൈനസ് ചെയ്യണം. മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ടൻ്റ് മൊമെൻറ്റ് കിട്ടി. റിസൾട്ടൻ്റ് ലോഡ് നമ്മുടെ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എക്സ് ബാർ റിസൾട്ടൻ്റ് ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് കിട്ടും. എന്താ, മൊമെൻറ്റ് ബൈ ഫോഴ്സ് ചെയ്താൽ മതി, വരാൻ കിട്ടും. ഇനി നമുക്ക് എക്സെൻട്രിസിറ്റി ഇ കണ്ടുപിടിക്കണം. ഈ എക്സെൻട്രിസിറ്റി ഇ എന്ന് പറഞ്ഞാൽ B/2 - എക്സ് ബാർ. ഇതൊക്കെ കോമൺ ഇക്വേഷനെ പഠിച്ചാൽ മതി. ബി എന്ന് പറഞ്ഞാൽ 2.8 ആണ്. 2.8/2 - 1.05 0.35. ഇപ്പോൾ ഈ എക്സെൻട്രിസിറ്റിക്ക് ഒരു കണ്ടീഷൻ ഉണ്ട്, അത് ലൈ ചെയ്യുന്നത് B/6-നെക്കാട്ടി കുറവായിരിക്കണം. അപ്പോൾ B/6 2.8/6 നമ്മൾ നോക്കി, 0.47 ഉണ്ട്, 0.35-നേക്കാട്ടി കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് സേഫാണ്. ഇനി പി മാക്സും പി മിനിമം കണ്ടുപിടിക്കണം. പി മാക്സിൻ്റെ ഇക്വേഷൻ എന്തോ, σW/B × 1 + 6C/B. സബ്സ്റ്റിറ്റ്യൂട്ട് എഴുതി കൊടുക്കാമല്ലോ. കിട്ടിയത് 124.8. അപ്പം ചെക്ക് ചെയ്ത് നോക്കേണ്ടത് സേഫ് ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് സോയിലിനെക്കാട്ടിൽ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഓക്കെ. പി മിനിമം അതുപോലെ തന്നെ നമ്മൾ കണ്ടുപിടിച്ച് ഇക്വേഷനകത്ത് ഒരു വ്യത്യാസമേ ഉള്ളൂ, താഴെ നെഗറ്റീവാണ് വരുന്നത്. 17.83 കിട്ടി. ഇവിടെ നോക്കേണ്ട ചെക്ക് അത് പോസിറ്റീവാണെന്ന്. അതായത് നമ്മുടെ ഡിസൈൻ ചെയ്യുമ്പോൾ ഒരിക്കലും ഒരിടത്തും നെഗറ്റീവ് വാല്യൂ വരാൻ പാടില്ല, അതായത് ടെൻഷൻ ഡെവലപ്പ് ചെയ്യാൻ പാടില്ല വെയിറ്റ് കാരണം. അപ്പോൾ അതുകൊണ്ട് എന്താണ്, സേഫ് ബിയറിംഗ് കപ്പാസിറ്റിയെക്കാട്ടിലും കുറവാണ്, അതുകൊണ്ട് തന്നെ ടെൻഷൻ ഡെവലപ്പ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ഇത് സേഫാണ്. മൂന്നാമത്തെ ചെക്കും സേഫാണ്. അപ്പം വ്യത്യാസം വന്നത് എവിടെ മാത്രമേ ഉള്ളൂ, സ്ലൈഡിങ്ങിലേ ഉള്ളൂ. അപ്പോൾ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ നമ്മൾ ഷിയർ കീ പ്രൊവൈഡ് ചെയ്യണം. ഇനിയുള്ളത് ഡിസൈൻ ഓഫ് ഹീൽ സ്ലാബ്. അപ്പോൾ ഡിസൈൻ ഓഫ് ഹീൽ സ്ലാബ് എന്ന് പറഞ്ഞാൽ നോക്കണം, ഹീൽ സ്ലാബിൽ വരുന്ന ലോഡ് എന്തൊക്കെയാണ്, W2, W1, പിന്നെ അപ്വേർഡ് സോയിൽ പ്രഷർ. ആ സോയിൽ പ്രഷർ ഡയഗ്രാം വരച്ചേക്കുന്നുണ്ട്, ആ സോയിൽ പ്രഷറിൻ്റെ വാല്യൂ വരുന്നത്. അപ്പം നമുക്ക് ബാക്ക്ഫില്ലിൻ്റെ വെയിറ്റ് ആണ് W2 എന്ന് ഞാൻ മാർക്ക് ചെയ്തു, 2 ബാർ എന്ന് മാർക്ക് ചെയ്തേക്കുന്നത്. W1 എന്ന് പറഞ്ഞാൽ ഹീൽ സ്ലാബിൻ്റെ വെയിറ്റ് ആണ്. ഇനി ആ എർത്ത് പ്രഷർ ഡയഗ്രത്തിന് മൊത്തം പ്രഷർ ഇവിടെ വരുന്നില്ലല്ലോ, ഡയഗ്രാം വരച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പിൽ നമ്മൾ പി മാക്സും പി മിനിമം വെച്ചിട്ടാണ് ആ ഡയഗ്രാം വരച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇൻ്റർപൊലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കണം ഹീൽ സ്ലാബിൻ്റെ എൻഡായ B/B' എത്രമാത്രമാണ് വരുന്നത്. ഇൻ്റർപൊലേറ്റ് ചെയ്യുമ്പോൾ അവിടെ 78.97 വരും. വിഡ്ത്ത് ഓഫ് ഹീൽ സ്ലാബ് നമുക്ക് 1.6 ആണ് കിട്ടിയേക്കുന്നത്. 1 mm ഡിസൈൻ ചെയ്യേണ്ടത്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ കിട്ടിയേക്കുന്ന സാധനം നമ്മളൊരു ഡയഗ്രാമായിട്ട് വരയ്ക്കുക. അറിയാം, ഡൗൺവേർഡായിട്ട് ആ ഹീൽ സ്ലാബിൻ്റെ വെയിറ്റും ഉണ്ട്, ബാക്ക്ഫില്ലിൻ്റെ വെയിറ്റും ഉണ്ട്. അപ്വേർഡായിട്ട് വരുന്നത് സോയിൽ പ്രഷർ. അപ്പോൾ ഡൗൺവേർഡ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ സെൽഫ് വെയിറ്റ് ഓഫ് സ്ലാബ്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഡെൻസിറ്റി ഇൻറ്റു ഏരിയ. ഡെൻസിറ്റി കോൺക്രീറ്റ് ആൻഡ് 25 ഇൻറ്റു ഏരിയ എന്ന് പറഞ്ഞാൽ 1.6 ഇൻറ്റു 0.5. ആക്ട് ചെയ്യുന്ന ഇവിടെ ഹീൽ സ്ലാബിൻ്റെ ടെമ്പും കൂടി ചേരുന്ന ആ പോർഷനിൽ നിന്ന് വേണം മൊമെൻ്റ് എടുക്കാൻ. 1.6/2 ആണ്. രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൊമെൻറ്റും കിട്ടും. ഇനി ഉള്ളത് വെയിറ്റ് ഓഫ് ഹീൽ സ്ലാബിൻ്റെ വെയിറ്റ് കിട്ടും. ഇനി വെയിറ്റ് ഓഫ് ബാക്ക് അല്ലെങ്കിൽ എർത്ത് റേറ്റിൻ്റെ വെയിറ്റ്. അപ്പോൾ എർത്തിൻ്റെ ഡെൻസിറ്റി 18, ഏരിയ 4.7 ഇൻറ്റു 1.6. അപ്പോൾ നമുക്ക് മാഗ്നിറ്റ്യൂഡ് കിട്ടി 1.6/2 തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്തും കിട്ടി, മൊമെൻറ്റും കിട്ടും. ഇനി അപ്വേർഡായിട്ട് എന്താ ഉണ്ടാകുന്നത്, സോയിൽ പ്രഷറാണ് ഉണ്ടാകുന്നത്.
രണ്ട് പോർഷൻ ഉണ്ട്, റെക്റ്റാങ്കുലർ പോർഷനും ട്രയാങ്കുലർ പോർഷനും. ആ റെക്റ്റാങ്കുലർ പോർഷൻ്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടാൻ വേണ്ടി ആ ഡയഗ്രാം നമ്മൾ വരച്ചിരുന്നത്, അതിൻ്റെ ഏരിയ എടുത്താൽ മതി. ഏരിയ എത്രയാവാം, ഏരിയ ഇൻറ്റു അതിപ്പോൾ പ്രഷർ ഡയഗ്രാം വരച്ചേക്കുന്നത്, പ്രഷറാണ് കിട്ടുന്നത്, പ്രഷർ ഇൻറ്റു ആ ഹീൽ സ്ലാബിൻ്റെ ഡിസ്റ്റൻസ് കൂടി ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂ കിട്ടും, ഫോഴ്സിൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ ആ എന്താ പ്രഷർ ഡയഗ്രത്തിൻ്റെ ഏരിയ എടുത്ത് നമുക്ക് മാഗ്നിറ്റ്യൂഡാണ് കിട്ടുന്നത്. ഏരിയ എന്താ, റെക്റ്റാങ്കുലർ പോർഷൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 1.6 ഇൻറ്റു 17.83. അത് ആക്ട് ചെയ്യുന്ന 1.6/2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മാഗ്നിറ്റ്യൂഡ് കിട്ടും. ഇനി ട്രയാങ്കുലർ പോർഷൻ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഫിഗറിൽ നോക്കിയാൽ മതി മനസ്സിലാകും. ബേസ് എന്ന് പറഞ്ഞാൽ 1.6 ആണ്, ഹൈറ്റ് 78.97 മൈനസ് 17.83 ചെയ്യണം. അപ്പോൾ കിട്ടും, അപ്പം എത്ര കിട്ടും, 16.3/2 തന്നെയാണ് ആക്ട് ചെയ്യുന്നത് അല്ലേ, b/3 ആക്ട് ചെയ്യുന്നത്, അപ്പെക്സിൽ നിന്നല്ലേ. അപ്പോൾ അതുകൊണ്ട് മാഗ്നിറ്റ്യൂഡും കണ്ടുപിടിക്കുക. ഇനി അതുപോലെ തന്നെ സിഗ്മ ഡബ്ല്യൂയും സിഗ്മ എമ്മും കണ്ടുപിടിക്കുക. അപ്പോൾ അൾട്ടിമേറ്റ് കണ്ടുപിടിക്കുക, എം യുവും വി യുവും കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്, നമ്മൾ കൊടുത്തേക്കുന്ന ഡെപ്ത് എന്ന് പറഞ്ഞാൽ ഓവറോൾ ഡെപ്ത് 500 mm അല്ലെങ്കിൽ 0.5 മീറ്റർ, 60 mm കവറും കൂടി കൊടുത്ത് എഫക്റ്റീവ് കവർ എന്ന് പറഞ്ഞാൽ 450 mm കിട്ടും. നമ്മൾ എം യു ലിമിറ്റ് ചെക്ക് ചെയ്തു. ഓക്കെ, എം യു ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, 0.138 FCK BD². ബി എന്ന് പറഞ്ഞാൽ 1000, ഡി എന്ന് പറഞ്ഞാൽ 450. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 534 കിട്ടി. നമുക്ക് ഇവിടെ കിട്ടിയേക്കുന്ന എം യു അൾട്ടിമേറ്റ് 113 ഉള്ളൂ. അപ്പോൾ എന്താ, എം യു ലിമിറ്റിനെക്കാട്ടി കുറവാണ്, നമ്മുടെ ഡിസൈന് കൊടുത്ത ഡെപ്ത് സേഫാണ്. ഇനി എം യു ലിമിറ്റ് ചെക്ക് ചെയ്ത നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ, റീഇൻഫോഴ്സ്മെൻറ്റ് കണ്ടുപിടിക്കണം. പഴയ ഇക്വേഷൻ എം യു ഇസ് ഈക്വൽ ടു 0.87 FA ASTB ഇൻറ്റു 1 മൈനസ് FA AST/FCK. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് AST കണ്ടുപിടിക്കുക, 12 mm 16 mm ഡയമീറ്റർ ബാർ കൊടുക്കുക, സ്പേസിങ് കണ്ടുപിടിക്കുക. സ്പേസിങ് കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻ ബാർ കൊടുക്കുക. ഡിസ്ട്രിബ്യൂഷൻ ബാർ h/ft ബാർ ആയതുകൊണ്ട് 0.12% ഓഫ് ക്രോസ് സെക്ഷൻ ഏരിയ ആണ്. ഇനി സെയിം പോലെ തന്നെ ഡിസൈൻ ഓഫ് ടോപ്പ് സ്ലാബ്. ടോപ്പ് സ്ലാബ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇപ്പുറത്തെ പോർഷനാണ് എടുക്കുന്നത്. അതും ഇവിടെ അതുപോലെ തന്നെ ടോപ്പ് സ്ലാബ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ്, കാരണം അവിടെ സോയിലിൻ്റെ വെയിറ്റ് വരുന്നില്ല. ഡൗൺ വേർഡായിട്ട് ടോപ്പ് സ്ലാബിൻ്റെ സെൽഫ് വെയിറ്റ് മാത്രമേ വരുന്നുള്ളൂ, അപ്വേർഡായിട്ട് ഈ സോയിൽ പ്രഷർ. അപ്പോൾ ആ ഒരു എഡ്ജിൽ എത്രമാത്രമാണ് വരുന്നത് നമ്മൾ ആദ്യം ഇൻ്റർപോളേറ്റ് ചെയ്ത് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിച്ചേക്കുന്നത് 92.34. ഇവിടെ ഞാൻ തിരിച്ചാണ് ഫിഗർ വരച്ചേക്കുന്നത്, ഓപ്പോസിറ്റ് ആയിട്ട് രീതി വരച്ചാണ് നമുക്ക് ഇൻ്റർപോളേറ്റ് ചെയ്യാൻ പറ്റും. ഇനി സെയിം പോലെ തന്നെ ടേബിൾ വരയ്ക്കണം. ലോഡ്, മാഗ്നിറ്റ്യൂഡ്, ഡിസ്റ്റൻസ്, മൊമെൻറ്റ്. ഡൗൺവേർഡായിട്ട് സെൽഫ് വെയിറ്റേ ഉള്ളൂ. ഡെൻസിറ്റീൻ്റെ ഏരിയ, ഡെൻസിറ്റി 25 ഇൻറ്റു 0.85 ഇൻറ്റു സെക്കൻഡ്സ് 0.5. ആക്ട് ചെയ്യുമ്പോൾ 0.85/2. മൊമെൻറ്റ് കിട്ടും. അപ്വേർഡായിട്ട് സോയിൽ പ്രഷറാണ്, ട്രയാങ്കുലർ പോർഷനെ വേണം, റെക്റ്റാങ്കുലർ പോർഷൻ്റെയും അതിൻ്റെ ഡിസ്റ്റൻസ്. അപ്പോൾ നമുക്ക് ടോട്ടൽ ഫോഴ്സും കിട്ടി, ടോട്ടൽ മൊമെൻറ്റും കിട്ടി. അൾട്ടിമേറ്റ് കണ്ടുപിടിക്കുക. ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല, കാരണം നമുക്ക് നേരത്തെ 500 സംതിങ് ആണ് എം യു ലിമിറ്റ് കിട്ടിയേക്കുന്നത്, ഇവിടെ 54 ഉള്ളൂ. അപ്പോൾ എന്തായാലും സേഫ് ആണല്ലോ. അപ്പോൾ എന്താ കണ്ടുപിടിക്കുക, നെക്സ്റ്റ് സ്റ്റെപ്പിൽ AST കണ്ടുപിടിക്കുക. AST മിനിമം കണ്ടുപിടിക്കുക, ഏതെങ്കിലും ഡയമീറ്റർ ബാർ കൊടുക്കുക, പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ചെറുതായതുകൊണ്ട് നമ്മൾ 10 mm ഡയമീറ്റർ ബാറായിട്ട് 100 mm സെൻറ്റർ ടു സെൻറ്റർ ഇൻ ബോത്ത് ഡയറക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് അത് വാല്യൂ വെച്ചിട്ട് ചെയ്ത് തന്നെ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ കുറവായതുകൊണ്ട് തന്നെ ഒരേ കൊടുത്താലും മതി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ്, അഡീഷണൽ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ സ്ലൈഡിങ് സേഫായിട്ട് കിട്ടിയില്ല. ചില ക്വസ്റ്റ്യന് സ്ലൈഡിങ് സേഫായിട്ട് കിട്ടും, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. സ്ലൈഡിങ് സേഫ് ആവാതെ കിട്ടിയതുകൊണ്ട് നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യണം, ഷിയർ കീ പ്രൊവൈഡ് ചെയ്യണം. അപ്പം ഷിയർ കീ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്, നമുക്ക് സ്ലൈഡിങ് ഉണ്ടാവുന്നത് ഹൊറിസോണ്ടലായിട്ട് നമ്മുടെ റീറ്റെയിലിംഗ് മുകളിലോട്ട് ആക്ട് ചെയ്യുന്ന സോയിൽ പ്രഷർ കാരണം. അപ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് കൊടുത്താൽ മാത്രമല്ല അതിനെ കുറയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പം പാസീവായിട്ട് വേണം കൊടുക്കാൻ. അപ്പം നമ്മൾ ആദ്യം നോക്കേണ്ട പ്രഷർ അറ്റ് ദി ഫേസ് ഓഫ് ഷിയർ കീ. ഷിയർ കീയുടെ ഫേസിലുണ്ടാകുന്ന പ്രഷർ അത് നമുക്ക് ടോഡ് ഡിസൈൻ അത് ചെയ്ത് വെച്ചിട്ടുണ്ട്, 92.35 കിട്ടി. The coefficient of passive earth pressure കണ്ടുപിടിക്കണം. 1 + sin⁵/1 1 - sin⁵/1 + sin⁵ 3 എന്ന് കിട്ടി. നമ്മൾ അസ്യൂം ചെയ്ത് ഡെപ്ത് ഓഫ് ഷിയർ കീ A ആയിട്ട്. അപ്പോൾ ഷിയർ കീ ഓഫർ ചെയ്ത റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ പ്രഷർ ഇൻറ്റു 3 ഇൻറ്റു K ഇൻറ്റു ഗാമ എച്ച് അല്ലേ. അപ്പോൾ ഇവിടെ KP ഇൻറ്റു ഗാമ എച്ച്. KP എന്ന് പറഞ്ഞാൽ 3യും ഗാമ ഇവിടുത്തെ അവിടെ ഉണ്ടാകുന്ന പ്രഷർ എത്ര
92.34 ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഷിയർ കിക്ക് നമ്മൾ അസ്യൂം ചെയ്ത ഏരിയ എ. ഇനി നമ്മൾ നോക്കുക ഫാക്ടർ ഓഫ് സേഫ്റ്റി അഗൈൻസ്റ്റ് സ്ലൈഡിങ് നമുക്ക് വേണ്ടത് 0.9 FR/FR ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1.4. ഇവിടെ നമ്മൾ അതിനെ 1.4നോട് ഇക്വേറ്റ് ചെയ്യാം. 0.9 FR റെസിസ്റ്റിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ പഴയ റെസിസ്റ്റിംഗ് ഫോഴ്സിൻ്റെ കൂടെ തന്നെ മ്യൂ ഇൻറ്റു സിഗ്മ ഡബ്ല്യുവിൻ്റെ കൂടെ എന്തും കൂടി വരും, നമ്മുടെ ഇപ്പോൾ ഈ ഷിയർക്ക് ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസോട് വരും. അപ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്തു, ഡിവൈഡ് ബൈ FS ഈക്വൽ ടു 1.4നോട് കൊടുത്തു. അപ്പോൾ എന്തിൻ്റെ വാല്യൂ കിട്ടി? എയുടെ വാല്യൂ 0.19 കിട്ടിയില്ലേ? അപ്പോൾ നമ്മൾ 0.2 ആയിട്ട് എടുത്തു. അപ്പോൾ നമ്മൾ 200 mm/200 എന്നുള്ള ഷിയർക്ക് പ്രൊവൈഡ് ചെയ്യും. ഇനി ഡീറ്റെയിലിംഗ് ആണ്. ഡീറ്റെയിലിംഗിൽ നമ്മൾ എല്ലാ ഡയമെൻഷൻസ് എല്ലാം കൊടുക്കുക. ഇപ്പോൾ സ്റ്റെമ്മിൻ്റെ ഡീറ്റെയിലിംഗ് നോക്കുക. മെയിൻ ബാർ എന്ന് പറഞ്ഞാൽ വെർട്ടിക്കലായിട്ട് 16 mm ഡയമീറ്റർ ബാർ അറ്റ് 100 mm സെൻറ്റീമീറ്റർ ഉണ്ട്. ഡിസ്ട്രിബ്യൂഷൻ ബാർ ഹൊറിസോണ്ടലായിട്ട് 8 mm ഡയമീറ്റർ ബാർ അറ്റ് 150 mm സെൻറ്റീമീറ്റർ ഉണ്ട്. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ 8 mm 150 ബോത്ത് വേസ് എന്ന് കൊടുത്തേക്കുന്നത് ഞാൻ പറയായിരുന്നു. ടെമ്പറേച്ചർ കാരണം ഉണ്ടാകുന്ന ഷ്രിങ്കേജിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഫേസിൽ അത് കൊടുത്തേക്കുന്നത്. ഇനി ബേസ് സ്ലാബിൽ ഹീൽ സ്ലാബ് നോക്കുക. ഹീൽ സ്ലാബിൽ നമുക്ക് ഡൗൺവേർഡ് ടോപ്പിലാണ് ടെൻഷൻ ഉണ്ടാകുന്നത്. അവിടെയാണ് അപ്പം മെയിൻ ബാർ കൊടുക്കുന്നത് 12 mm 150 mm സെൻറ്റീമീറ്റർ സെൻറ്റർ. ഡിസ്ട്രിബ്യൂഷൻ ബാർ 10 mm 100 mm സെൻറ്റീമീറ്റർ സെൻറ്റർ. ബോട്ടത്തിൽ മിനിമം വാല്യൂ ഞാൻ 360 എന്നാണ് കൊടുത്തേക്കുന്നത്. 100 mm ബോത്ത് ദി ബേസ് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ടോപ്പ് സ്ലാബിൽ രണ്ട് ഡയറക്ഷനിൽ രണ്ട് സ്ഥലത്തും 10 mm 100 mm സെൻറ്റീമീറ്റർ സെൻറ്റർ കൊടുത്തേക്കുന്നത്. ടോപ്പ് സ്ലാബിൽ താഴെയാണ് ടെൻഷൻ ഉണ്ടാകുന്നത്. വ്യത്യാസം വരുവാണെങ്കിൽ താഴെയാണ് നമ്മൾ മെയിൻ ബാർ കൊടുക്കേണ്ടത്.